അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൽ ആനന്ദം, ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. സുഭാഷിതം. ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇസ്രായേൽ. ഇസ്രായേൽ രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് യെരുശലേം. യെരുശലേമിനെ കുറിച്ച് ദൈവം അരുളി ചെയ്ത ഒരു വാക്യം വായിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇത് യെരുശലേം ആകുന്നു. ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു, അതിന് ചുറ്റും രാജ്യങ്ങളുണ്ട്. Thus says the Lord, this is Jerusalem. I have set her in the midst of the nations, and the country is all around her. സർവ്വലോകത്തിന്റെയും സ്രഷ്ടാവായ ദൈവം ഇത് യെരുശലേമാണെന്ന് അരുളി ചെയ്യുമ്പോൾ അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. യെരുശലേമിനെ തങ്ങളുടെ തലസ്ഥാന നഗരമായി ഇസ്രായേൽ രാജ്യവും പാലസ്തീൻ ഭരണകൂടവും അവകാശപ്പെടുന്നു. യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയുൾപ്പെടെ നിരവധി മത പാരമ്പര്യങ്ങൾക്ക് പവിത്രമായ നഗരമാണ് യെരുശലേം. വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യതയോടെ പരാമർശിച്ചിരിക്കുന്ന യെരുശലേം ജനതകളുടെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. തെക്ക് ഈജിപ്റ്റ്, വടക്ക് സിറിയ, കിഴക്ക് അസീറിയ, പടിഞ്ഞാറ് മഹാസമുദ്രത്തിലെ വിജാതീയരുടെ ദ്വീപുകൾ, അങ്ങനെ രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ പ്രധാന സ്ഥലമാണ് ദൈവം യെരുശലേമിന് നൽകിയത്. ദാവീദിന്റെ നഗരമായിരുന്ന യെരുശലേമിലാണ് ശലോമോൻ രാജാവ് ദേവാലയം പണി കഴിപ്പിച്ചത്. നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനം വളരെ പവിത്രതയോടെ യെരുശലേമിനെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ജനം യഹോവയ്ക്ക് വിരോധമായി പാപം ചെയ്തു. യെഹെസ്കേൽ 5:6 വായിക്കുന്നത്, അത് ദുഷ്പ്രവൃത്തിയിൽ ജാതികളെക്കാൾ എന്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എന്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു. എന്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു, എന്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല. തൽഫലമായി ചരിത്രം പറയുന്നത് യെരുശലേം കുറഞ്ഞത് 2 തവണ പൂർണ്ണമായി നശിക്കപ്പെട്ടു, പലതവണ ഉപരോധിക്കപ്പെട്ടു, നിരവധി ആക്രമണങ്ങളുണ്ടായി. ഇന്നും യെരുശലേം നഗരം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ ഇടയായതിന്റെ കാരണം അവർ ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് അന്യ ദൈവങ്ങളെ സേവിച്ചു. അവർ മടങ്ങി വരുന്നതിനായി അനേക പ്രവാചകന്മാരെ ദൈവം അയച്ചു. മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവരെ ദൈവം കൈവിട്ടു. പ്രിയമുള്ളവരെ, ഈ ദീർഘമായ ചരിത്രങ്ങളൊക്കെ നമ്മെ എന്ത് വിളിച്ചറിയിക്കുന്നു? ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ചുറ്റുമുള്ളവരുടെ നടുവിൽ പ്രധാന സ്ഥലത്താക്കിയിരിക്കുന്നു. നമ്മെ ആക്കിയയിടത്ത് നാം വിശ്വസ്തരായിരിക്കണം. എബ്രായർ 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എന്നാൽ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുന്നവരെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട്. യോഹന്നാൻ പറയുന്നത്, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. ഒരു വ്യക്തി പോലും പാപത്തിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്നേഹനിധിയായ കർത്താവ് വീണ്ടും വീണ്ടും നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് അവിടുത്തെ രക്തത്താൽ കഴുകി അന്ത്യം വരെയും വിശ്വസ്തയോടെ നിലനിൽപ്പാനുള്ള കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.